നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെങ്ങനെയാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാൻ കാർത്തികൻ. 15 മിനിറ്റിനുള്ളിൽ നീ കീഴൂർ റോഡിൽ എത്തിക്കോണം. ഇപ്പോഴോ? ഞാൻ പറയുന്നത് എപ്പോഴോ അപ്പോ. അതാണ് നമുക്കിടയിലുള്ള എഗ്രിമെന്റ്. നമ്മുടെ സി കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ സീരിയലിലെ പരസ്യം നീ കണ്ടായിരുന്നോ? ഇല്ല, എന്തേ? നീ അതൊന്ന് കണ്ടിരിക്കുന്നല്ലാന്ന് എനിക്ക് തോന്നി. അച്ഛന്റെ സ്നേഹം കിട്ടാത്ത ഒരു പെൺകുട്ടിയുടെ കഥയാ. എന്ന് വെച്ചാ ആ കുട്ടിയുടെ അച്ഛന് അതിനോട് വെറുപ്പാ. അച്ഛനെന്ന് വെച്ചാ അവൾക്ക് ജീവൻ. ഇവിടെ ചിലരാണെങ്കിൽ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന അച്ഛന്റെ സ്നേഹം തിരിച്ചറിയുന്നുമില്ല. ആ, ഓരോരുത്തർക്കും ഓരോ തലേ വരാ. ചങ്ക് പറിച്ച് തന്നെ അച്ഛാ ഈ വിഷ്ണു അച്ഛനെ സ്നേഹിക്കുന്ന. പക്ഷെ ചില കാര്യങ്ങള് ഇപ്പൊ അച്ഛനോട് പറയാൻ നിവർത്തിയില്ല. എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോ അച്ഛൻ എന്നെ പഴയതിൽ കൂടുതൽ സ്നേഹിക്കുള്ളൂ. ഒരച്ഛന്റെ തണലില്ലാതെ മക്കൾ ജീവിക്കാന്ന് പറഞ്ഞാ അതൊരു സങ്കടം തന്നെ. നമ്മുടെ ശാലിനിയുടെ ചെറുപ്പവും അങ്ങനെ ആയിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ ഋതുവിന്റെ കാര്യവും. എന്നെങ്കിലും അച്ഛൻ തന്നെ സ്നേഹത്തോടെ മോളെ എന്നൊന്ന് വിളിക്കുന്ന കേൾക്കാൻ കൊതിച്ച് ജീവിക്കാവള്. അല്ല, ഇതിപ്പോ ഏതാ സീരിയല്? അകലെ. നവംബർ 25 മുതൽ തുടങ്ങുക നമ്മുടെ സി കേരളത്തിൽ. നമുക്ക് കാണാം. എന്റെ അച്ഛന് കാണാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് അച്ഛ. അത് വിഷ്ണുവിന്റെ ഉറപ്പാ. വിഷ്ണുവിന്റെ രാത്രി സഞ്ചാരത്തിന്റെ റിസൾട്ട് എന്തായെന്ന് അറിയിച്ചില്ലല്ലോ കാർത്തിക. അവൾക്ക് എന്നെ ഒട്ടും പേടിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മധുശ്രീ, ഇവളോ? ഹലോ, എന്താടി സ്വരത്തിനൊരു മൂർച്ച? അത് അത് എന്റെ തൊണ്ട ശരിയല്ല. നിന്റെ തൊണ്ടയൊക്കെ ഞാൻ ശരിയാക്കാം. ഇന്നലെ രാത്രി എന്തായി കാര്യങ്ങൾ? അതിപ്പോ എന്താടി പറയാനൊരു മടി പോലെ? പെട്ടെന്ന് പറ. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ. കാർത്തികേ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല. എന്നുവെച്ചാ? നീ പറയുന്നതില് ഒരു ഫീലില്ല. എന്ന് വെച്ചാ ഒരു എന്താ ആത്മാവില്ല. ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം നീ എന്തൊക്കെയോ പറയുന്നു. നിനക്ക് എന്നോടൊരു ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. ഹാ, എന്നാ ചിലപ്പോ ഉണ്ടായിരിക്കും. എന്നാലും എന്തോ ഒന്നിന്റെ ഒരു കുറവ്. ഹാ, കിട്ടിപ്പോയി പേടി. അത് തന്നെ. നിനക്കെന്നെ പേടിയില്ല, അത് തന്നെ പ്രശ്നം. ഞാൻ പേടിക്കണോ നിന്നെ? പേടിന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കുന്നതല്ല, അതുള്ളീന്ന് വരുന്നതാ. അതെങ്ങനെയാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാൻ കാർത്തികൻ. 15 മിനിറ്റിനുള്ളിൽ നീ കീഴൂർ റോഡിൽ എത്തിക്കോണം. ഇപ്പോഴോ? ഞാൻ പറയുന്നത് എപ്പോഴോ അപ്പോ. അതാണ് നമുക്കിടയിലുള്ള എഗ്രിമെന്റ്. ആ ധാരണ നീ തെറ്റിക്കുന്ന നിമിഷം ഞാൻ നിനക്ക് തന്ന വാക്ക് തിരിച്ചെടുക്കും. ഇപ്പൊ ഞാൻ വരാൻ? നീ വരും കാർത്തികേ.
15 മിനിറ്റ് കഴിഞ്ഞ് 16-മതൊരു മിനിറ്റിന് വെയിറ്റ് ചെയ്യില്ല ഞാൻ. കാറിൽ കയറി അങ്ങോട്ട് തിരിക്കും. നേരത്തെ നിനക്ക് ഞാൻ അനുവദിച്ചത് 20 മിനിറ്റാ. നിന്റെ പേടിയും അനുസരണയും കുറഞ്ഞതിനനുസരിച്ചാ 5 മിനിറ്റ് കുറഞ്ഞത്. ഇങ്ങനെ ഓരോ ശിക്ഷകളും കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ള വിചാരം നിനക്ക് എപ്പോഴും ഉണ്ടാവണം. നീ അവിടെ എന്റെ റിമോട്ട് കൺട്രോളിൽ ചലിക്കുന്ന ഒരു പാവം മാത്രമാ. ഈ കീഴൂർ റോഡ് എവിടെയെന്ന് പോലും എനിക്കറിയില്ല. നോ മോർ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ഒബേ. കീഴൂർ റോഡ് 15 മിനിറ്റ്സ്, ഓക്കെ? ഹലോ ഹലോ, அந்த பயம் இருக்கணும். ചേട്ടാ. എന്താ കുഞ്ഞെ? ചേട്ടാ, അവളെന്താ ചേട്ടനോട് ചോദിച്ചേ? ഈ കീഴൂർ റോഡ് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ കൊണ്ട് വിടാന്ന് പറഞ്ഞു. വേണ്ട, ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാന്ന് പറഞ്ഞു പോയി. ഹലോ കുഞ്ഞിച്ചി, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. എന്താടി? കുഞ്ഞിച്ചി, ഇപ്പൊ കാർത്തിക് ഒരു ഫോൺ കോൾ വന്നു. ഭയങ്കരമായിട്ട് അടക്കി പിടിച്ച് അവര് സംസാരിച്ചേ. ഫോൺ വിളിച്ച ആളെ അവള് പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.